വയനാട് വണ്ടിക്കടവ് ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. മാരനെ കൊന്നത് ഈ കടുവ ആകാൻ സാധ്യതയെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ജോഷില എന്തായാലും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, ഈ മാരനെ ആക്രമിച്ച കടുവ തന്നെയാണ് ഇത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. മാരനെ കൊന്ന കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. കാരണം 20ഓളം ക്യാമറ ട്രാപ്പുകൾ ഈ ഭാഗത്ത് വണ്ടിക്കടവ് ഭാഗത്ത് 20ഓളം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ കൂടും സ്ഥാപിച്ചിരുന്നു. മുൻപതിയിലെ ആളുകളെ പ്രത്യേകമായി സംരക്ഷിക്കാനുള്ള സർക്കാർ ഉത്തരവിനെ തുടർന്ന് ഇവിടെ എല്ലാ വിധത്തിലും ജനവാസ മേഖലയിലേക്ക് കടുവകൾ കയറാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഈ ക്യാമറ ട്രാപ്പുകളിലാണ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളുടെ പരിശോധനയിലാണ് മറ്റൊരു ഡിവിഷന്റെ കടുവയുടെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയത്. ഈ കടുവ തന്നെയാകാം മാരനെ കൊന്നത് എന്നുള്ള കരുതലിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. കാരണം ഈ ഭാഗത്തെ കടുവകളിലെല്ലാം തന്നെ ഈ ക്യാമറ ട്രാപ്പുകളിൽ പതിഞ്ഞിരുന്നു. ഇതിൽ മറ്റൊരു ഡിവിഷനിലെ കടുവ എത്തിയതായി ഉള്ള കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും മാരനെ കൊന്നത് കടുവ എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള കൂടുകളടക്കം രണ്ടിടങ്ങളിലായി കൂടുകൾ വണ്ടിക്കടവ് ഭാഗത്ത് അടക്കം 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കടുവ പെടുകയാണെങ്കിൽ ഇതിനെ മുത്തങ്ങയിലെ വെറ്റിനറി സർജന്റെ അടക്കം ഉള്ള നേതൃത്വത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം അതിനെ മറ്റൊരു രീതിയിൽ സംരക്ഷിക്കും. അതല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.